പിറവം നഗരസഭയിലെ അംഗനവാടികളിൽ കുരുന്നുകൾക്ക് വർണ്ണാഭമായ സ്വീകരണം. 9ാം ഡിവിഷനിലെ 70, 67 നമ്പർ അംഗനവാടികളിൽ അലങ്കാരങ്ങളും സമ്മാനപ്പൊതികളുമായി കുട്ടികളെ വരവേറ്റു. കൗൺസിലർ രമ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകരും ഹെൽപ്പർമാരും ചേർന്ന് കുരുന്നുകൾക്ക് സ്നേഹോഷ്മളമായൊരു തുടക്കം നൽകി. പിറവം നഗരസഭ 9ാം ഡിവിഷനിലെ 70, 67 നമ്പർ അംഗനവാടികളിൽ കുട്ടികളെ വരവേറ്റു. അംഗനവാടി അലങ്കരിച്ചും വിവിധ സമ്മാനപ്പൊതികൾ നൽകിയുമായിരുന്നു കുട്ടികളെ സ്വീകരിച്ചത്. ഡിവിഷൻ കൗൺസിലർ രമ വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ആവർത്തികാവ് 70 നമ്പർ അംഗനവാടിയുടെ പ്രവേശനോത്സവമാണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത്. ഈ അംഗനവാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കുളത്തിന്റെ കരയിലാണ് ഈ അംഗനവാടി സ്ഥിതി ചെയ്യുന്നത്. ഒട്ടേറെ പരിമിതികളുണ്ടായിരുന്ന ഈ അംഗനവാടി വർഷത്തിലൊരിക്കൽ നമ്മുടെ ചേച്ചിമാരിൽ നിന്ന് കാടും പടലൊക്കെ വെട്ടിക്കളയുമായിരുന്നു. നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇത്ര നല്ല രീതിയിൽ ഈ അംഗനവാടി പണി കഴിപ്പിക്കാൻ സാധിച്ചു. ഈ ഒരു കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഏത് കാര്യങ്ങളിലും ഒപ്പം നിൽക്കുന്ന ആളാണ് നമ്മുടെ ആശാവർക്കർ സിജി സുകുമാരൻ. എന്ത് മഴക്കാല പ്രവർത്തനങ്ങളായാലും എന്ത് പ്രവർത്തനങ്ങളിലും സിജി നമ്മളുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ട്. കൂടാതെ തന്നെ ഈ കുഞ്ഞു മക്കളെ ഇതുപോലെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുവാനും അവരുടെ എല്ലാ കാര്യങ്ങളിലും പരിരക്ഷിക്കുവാനും നമ്മുടെ ടീച്ചർ സാറാക്കുട്ടി, ഒപ്പം തന്നെ വർക്കർ അമ്മിണി, അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ മാതാപിതാക്കളും അവരുടേതായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട്. 70ാം നമ്പർ അംഗനവാടി അധ്യാപിക കെ സാറാക്കുട്ടി, ഹെൽപ്പർ NV അമ്മിണി, 67ാം നമ്പർ അംഗനവാടി അധ്യാപിക TK ഷീല, ഹെൽപ്പർ MM പ്രസന്ന എന്നിവർ ചേർന്ന് കുട്ടികളെ വരവേറ്റു. പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. നമ്മുടെ ഈ അംഗൻവാടിയുടെ പ്രവേശനോത്സവം 2025 ഈ ജൂൺ മാസം 3-ാം തീയതി നമുക്ക് നടത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതിൽ ദൈവത്തോട് ആദ്യം നന്ദി പറയുകയാണ്. ഈ അധ്യയന വർഷം ഇവിടുന്ന് 10 കുട്ടികളാണ് സ്കൂളിലേക്ക് കടന്നു പോകുന്നത്. നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ 3 കുട്ടികൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാ വർഷവും നമുക്ക് പുതിയതായിട്ട് ഏറെ കുഞ്ഞുങ്ങൾ വരാറുണ്ട്. ഈ വർഷവും അങ്ങനെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ വാർഡ് കൗൺസിലറെ ഈ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വർഷം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് നടപ്പാത മുതൽ റോഡ് മുതൽ ഇവിടെ വരെയും അതുപോലെ അംഗൻവാടിയിലും 2 മുറിയും 2 മുറികൾ കൂട്ടിയെടുക്കുവാനും അങ്ങനെ ഒരു വശത്ത് ഷീറ്റിടുവാനും അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾ അംഗൻവാടിയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ ചെയ്തു തന്നു. ന്യൂസ് ബ്യൂറോ, പിറവം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.